السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ആദരണീയരായ ഈ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, ജംഇന്റെ 79ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. ഇല്ലത്ത് ആവാൻ പറ്റാത്ത ഖവാദിഹുകൾ വിവരിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മൾ എണ്ണിയതാണല്ലോ ഫർഖ് എന്ന് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അഭിപ്രായത്തിൽ ബലപ്പെട്ട അഭിപ്രായം പറഞ്ഞുകൊണ്ട് വസഹീഹു, സഹീഹായ അഭിപ്രായം അന്നഹു യംതനിഉ തഅദ്ദുദുൽ ഉസൂലി, അന്നഹു നിശ്ചയമായിട്ടും കാര്യം, യംതനിഉ തഅദ്ദുദുൽ ഉസൂൽ, അസ്ലുകൾ എണ്ണമാവൽ മുംതനി ആണ്, പാടില്ല. ലിഫർഇൻ വാഹിദിൻ, ഒറ്റ ഫർഇന്. അപ്പോ ഒരു മഖീസിന് മഖീസ് അലിഹിയാകുന്ന ഉസൂലുകൾ പാടുണ്ടാവുക, തോന വരിക, അധികമാവുക എന്നുള്ളത് മുംതനി ആണ് എന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. അതെങ്ങനെ? ബിഅൻ യുഖാസ അലാ കുല്ലി മിൻഹാ, ഈ അസുലുകളിൽ നിന്ന് എല്ലാത്തിന്റെയും മേലിൽ ഈ ഒരൊറ്റ ഫർഇനെ ഖിയാസാക്കൽ കൊണ്ടാണ്. അങ്ങനെ ആക്കിക്കൊണ്ടുള്ളതായ അസുലുകൾ കൂടുതലാവുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ് മുംതനി. എന്താ അപ്പൊ അത് പാടില്ല എന്ന് പറയാനുള്ള തെളിവെന്ന് ചോദിച്ചാൽ, അത് മറ്റൊന്നുമല്ല, അലിൽ ഇന്തിശാരി ഐ ഇന്തിശാരിൽ ബഹ്സി ഫീ ദാലിക, ഒരൊറ്റ ഫർഇന് ഒരുപാട് ഹുസൂലുണ്ടെന്ന് വെച്ചോളി, അതിലുള്ള മഖ്സൂദ് കിട്ടാനും പറ്റും. മഖ്സൂദൊക്കെ ഇംകാനുണ്ടെങ്കിൽ പോലും അതിലുള്ള ചർച്ചകൾ അങ്ങനെ വ്യാപിച്ചങ്ങനെ പോകും. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നങ്ങനെ പോകൂലേ? ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് അത് മുംതനി ആണെന്ന് പറയുന്നത്. ഇവിടെ ഉസൂലുകൾ തഅദ്ദുദാവൽ മുംതനി ആണെന്ന് പറയുന്നത്, ഇല്ലത്തുകൾ തഅദ്ദുദാവൽ മുംതനി ആണ് എന്നതിനോട് യോജിക്കുന്നൊരു വിഷയം തന്നെയാണ് ഇത്. എങ്കിൽ ഇവിടെ ഉസൂലുകൾ എന്താവാന്നറിയാമോ? തഅദ്ദുദാവൽ ജായിസാണെന്ന് ഇബ്നു ഹാജിബ് എന്നവരും അല്ലാത്തവരൊക്കെ ഇപ്പൊ എന്താക്കിയിട്ടുണ്ട്, ഉസൂലുകൾ തഅദ്ദുദാവാലോ, അത് ജായിസാണ്. എന്തുകൊണ്ട്? അതുകൊണ്ട് ലൊന്നിന്റെ ശക്തി കിട്ടും, അതുകൊണ്ട് തന്നെയാ. അത് മുഅത്തമദാണെന്നും പറയുന്നുണ്ട്. ആവട്ടെ, സഹീഹായ അഭിപ്രായത്തിൽ ഇപ്പൊ നിൽക്കുന്നത് എന്താ? ഉസൂല് തഅദ്ദുദാവാൻ പാടില്ല. അതിന്റെ ഇല്ലത്ത് കാരണം ഇന്തിശാറാന്നും പറഞ്ഞു. വഇൻ ജുവ്വിസ ഇല്ലത്താനി ലിമഅലൂലിൻ വാഹിദിൻ, അപ്പൊ ഒരു ചോദ്യം ഇവിടെ വന്നേക്കാം. എന്ത്? ഒരൊറ്റ മഅലൂൽ, അതായത് ഒരു ഹുക്കം, ഒരൊറ്റ ഹുക്കുമിന് രണ്ടില്ലത്തുണ്ടായിക്കൂടെ? അതിന് മറുപടി ആയിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓയായിട്ട് പറയുന്നത്. എന്തായി പറയും? ഓയത്തായിട്ട് പറയുന്നത് ഒരൊറ്റ മഅലൂലിന് രണ്ട് ഇല്ലത്ത് ജായിസാണെങ്കിൽ പോലും ഒരു ഫർഇന് ഫാസിലുകൾ കൂടി വരാൻ പാടില്ല എന്നതാണ് സഹീഹെങ്കിൽ. അതിന് എതിര് അഭിപ്രായം വേണല്ലോ, ഉണ്ട്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, യജൂദു തഅദ്ദുദു, എന്താ കുഴപ്പം? അസ്ലുകൾ ഉണ്ടായിക്കോട്ടെ, ജായിസാണല്ലോ. മുത്ലഖൻ, നിരുപാധികം എന്നാ പറയുന്നത്, മുത്ലഖായിട്ട്. മുത്ലഖ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാത്തിന്റെ മേലിലും ഓരോന്നിന്റെ മേലിലും ഖിയാസാക്കിയാലും കരുതിയാലും വേണ്ടില്ല. അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടുള്ളൊരു മജ്മുഉണ്ട്, അതിന്റെ മേലിൽ ഖിയാസാക്കിയാലും വേണ്ടില്ല. അതാ മുത്ലഖിന്റെ അർത്ഥം. എന്തായാലും വേണ്ടില്ല, പറ്റും എന്നുള്ളതാണ് ഖീല. വഖദ് ലാ യഹ്സുൽ ഇന്തിശാറു, പിന്നെ ഇപ്പൊ ഇവിടെ ഇന്തിശാർ എന്നൊരു ഇല്ലത്തല്ല സഹി പറഞ്ഞത്. അത് ചിലപ്പോ ഉണ്ടാവൂലല്ലോ, ഇന്തിശാർ ഉണ്ടാവാതെക്കാം. ഇന്തിശാർ ഉണ്ടാവാതിരിക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാല് അതിലൊരു തസ്വീർ പറയുന്നുണ്ട്.
ഇതിനെ മുസ്തദില് കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന ആള് മുഴത്തരുത്. അയാൾ സമ്മതിച്ചാൽ കഴിഞ്ഞല്ലോ, അവിടെ ഇന്തിഷാറിന്റെ വിഷയം വരുന്നില്ലല്ലോ എന്ന് ഖീല. അപ്പൊ ഇനി വേറൊരു അഭിപ്രായം നോക്കുക. ഖാലൽ മുജീസൂന, പറ്റും എന്ന് പറയുന്ന ആളുകൾ പറയുന്നു, ലി തഅദ്ദുദി, ഉസൂലുകൾ എണ്ണമാവാം എന്നതിനെ ജായിസാക്കുന്ന ആളുകൾ പറയുന്നു. എന്ത് പറയുന്നു? സുമ്മ ലൗ ഫുരിഖ ബൈനൽ ഫർഇ വ അസ്ലിം മിൻഹാ കഫ എന്നാ. അപ്പോ ഒരു ഫർഇന് അഥവാ ഒരു മഖീസ് അലൈഹി എത്രയും ഉണ്ടാവാന്നല്ലേ പറയാം. അതാണ് ഈ ജായിസാക്കുന്നവർ. ഓല് പറയുന്ന സുമ്മ, പിന്നെ എന്ന് പറഞ്ഞാൽ അലാ തഖ്ദീരി വുജൂദിഹി, ആ തഅദ്ദുദ് ഉണ്ടാവലിനെ സങ്കല്പിച്ചുകൊണ്ട്. അതാണ് പിന്നെ എന്ന് പറയുമ്പോൾ അർത്ഥം. ആ വുജൂദിനെ, എന്തിന്റെ വുജൂദ്? തഅദ്ദുദിന്റെ വുജൂദിനെ സങ്കല്പിക്കുക. ആ സങ്കല്പ പ്രകാരം പിന്നെ ലൗ ഫുരിഖ ബൈനൽ ഫർഇ വ അസ്ലിൻ മിൻഹാ, ഫർഇ മഖീസ്, അസ്ല് മഖീസ് അലൈഹി. അപ്പൊ ഒരുപാട് അസ്ലുണ്ടാവുമല്ലോ. അതിൽ നിന്ന് ഒരു അസ്ലിന്റെയും ഫർഇന്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെട്ടു. അങ്ങനെ വിട്ടുപിരിക്കപ്പെടുകയാണ് എങ്കിൽ കഫ, ആ ഫർക്കന്നെ മതിയല്ലോ. ഫിൽ ഖദ്ഹി ഫീഹ, ആ ഇല്ലത്തുകൾ എന്താണ്, അല്ലെങ്കിൽ ആ അസ്ലുകൾ ഇല്ലത്ത് മോശമാണ് എന്നതിൽ ആ ഫർക്ക് തന്നെ മതിയല്ലോ എന്നുള്ളതാണ് പറയുന്നത്. കാരണം അന്നഹു യുബ്തിലു ജംഅഹ, ആ ഫർക്ക് ആ ഉസൂലുകൾ മുഴുവത്തിനെയും ഒരുമിച്ച് കൂട്ടലിനെ ബാത്തിലാക്കും. അയൽ മഖ്സൂദ, അവകളൊക്കെപ്പാട് ഒരുമിച്ച് കൂട്ടിയ മഖ്സൂദ് ഇവിടെ ഉണ്ട്. അത്തരം ഒരു മഖ്സൂദിനെ ഇത് തന്നെ ബാത്തിലാക്കുമല്ലോ എന്നാണ് പറയുന്നത്. എങ്കിൽ ഇനി നമുക്ക് അവിടെ വേറെ അഭിപ്രായം പറയട്ടെ. എന്താ പറയാനുള്ളത്? വഖീല ലാ യക്ഫി, ഇങ്ങനെ അസ്ലിന്റെയും ഫർഇന്റെയും ഇടയിൽ വെട്ടിപ്പിരിച്ചാൽ മതിയാകൂല, ആ ഫർക്ക് പോരാ. എന്താ ഫർക്ക് പോരാന്ന് പറയാൻ കാരണം ചോദിച്ചാൽ അതിലൂടെ ന്യായമുണ്ട്. ലിസ്തിഖ്ലാലി കുല്ലി മിൻഹാ, ഈ അസ്ലുകളിൽ നിന്ന് ഓരോന്നും തനിച്ചിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ മേലിലും ഖിയാസാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഫർക്ക് വന്നാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതപ്പോ ഒല അഭിപ്രായം. എന്നാ മൂന്നാമത്തെ അഭിപ്രായം അതിലുണ്ട്. വസാലിസുഹ, ആ അഭിപ്രായങ്ങളിൽ നിന്ന് മൂന്നാമത്തെ അഭിപ്രായം പറയുന്നത് യക്ഫി, മതിയാകും എന്നുള്ളതാണ്. മതി, ആ ഫർക്ക് മതി. പക്ഷേ നിബന്ധനയുണ്ട്. ഇൻ ഖുസിദൽ ഇൽഹാഖു ബിമജ്മുഇഹാ, ഇവകൾ ഈ അസ്ലുകളൊക്കെ പാടെ കൂട്ടിയിട്ട് അതിനോടെന്താ ചേർക്കലിനെ കരുതിയാൽ അവിടെ ഫർക്ക് ഉണ്ടാക്കി. എന്നാ ഈ അസ്ലൊക്കെ പാടെ കൂട്ടി മജ്മുഇന്റെയും ഫർഇന്റെയും ഇടയിൽ ഫർക്കുണ്ടാക്കി, അതിനെ ചേർക്കലിനെ കരുതി. അങ്ങനെ ചേർക്കലിനെ കരുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫർക്ക് വന്നാൽ ആ ഫർക്ക് മതി, എന്ത് ഖദ്ഹ് ആണെന്ന് പറയാൻ എന്ന് മൂന്നാമത്തെ അഭിപ്രായം. എന്താ കാരണം? ചേർക്കലിനെ കരുതിയാൽ മതി എന്ന് പറയുന്നത് ലി അന്നഹു, കാരണം ഈ മജ്മുഅ് യുബ്തിലുഹു, ആ മജ്മുഅ് എന്താണെന്നറിയാമോ? ബാത്തിലാക്കും. എങ്ങനെ? ഈ ഫർക്ക് മജ്മുഅനെ ബാത്തിലാക്കൽ എങ്ങനെ? കാരണം മജ്മുഅ് ബാത്തിലാകുന്ന ഒരു ജുസ് ബാത്തിലാക്കൽ കൊണ്ട് മജ്മുഅ് ബാത്തിലായില്ലേ? അതന്നെ. അപ്പൊ ആ മജ്മുഅ് ഒരു ജുസിനോട് ബാത്തിലാക്കിയാൽ അത് മൊത്തം ബാത്തിലായി പോകും. അതുകൊണ്ടാണ് മജ്മുഅനോട് ചേർക്കലിനെ കരുതിയാൽ ഫർക്ക് മതി എന്ന് പറയാൻ കാരണം. ബിഖിലാഫി മാ ഇദാ ഖുസിദ ബികുല്ലി മിൻഹാ, ഈ അസ്ലുകളിൽ നിന്ന് ഓരോന്നിനും കരുതുക, എല്ലാത്തിനെയും ഇല്ല, അവിടെ നിന്ന് എല്ലാത്തിനും മജ്മുഅ അല്ല, എല്ലാം കൊണ്ട് കരുതുകയാണെങ്കിൽ അതിനെതിരെ അപ്പോൾ കുഴപ്പമില്ല, അപ്പൊ മതിയാവൂല. പിന്നെ സുമ്മ ഫി ഇഖ്തിസാരിൽ മുസ്തദില്ലി അലാ ജവാബി അസ്ലിൻ വാഹിദിൻ, സുമ്മ ഫി ഇഖ്തിസാരിൽ മുസ്തദില്ലി, ഇവിടെ മഖ്സൂദായ ഒരു കാര്യത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ദലീലുമായി വരുന്ന മുസ്തദില്ല്, ആ ലക്ഷ്യം പിടിക്കുന്ന ആള് ചുരുക്കി. എന്തിന്റെ മേൽ ചുരുക്കി? അല ജവാബി അസ്ലിൻ വാഹിദിൻ മിൻഹാ, ഒന്നിലധികം നിൽക്കുന്ന അസ്ലുണ്ടായിരിക്കെ ആ അസ്ലിൽ നിന്ന് ഒറ്റ അസ്ലെടുത്തു.
ആ ഒരൊറ്റ അസിലിന്റെ മേലിൽ മറുപടി കൊടുത്തു. അത്തരം മറുപടി മാത്രം ചുരുക്കി മാറൊന്നുമില്ല. എവിടെ? ഹൈസു ഫറഖൽ മുഅ്തരിളു ബൈന ജമീഇഹാ, ഈ അസിലുകൾക്ക് മുഴുവത്തിന്റെയും ഇടയിൽ മുഅ്തരിള് ഫർക്കാക്കിയിട്ടുണ്ട്, വിരിച്ചിട്ടുണ്ട്. അവിടത്തിലാണ് ഇവകളൊക്കെ പാടുണ്ടായിട്ട് ഒന്നിന് മാത്രം മറുപടി കൊടുത്തു മുസ്തദില്. അങ്ങനെ ചുരുക്കുന്നതിലുണ്ട്. ഒന്നിന് മാത്രം കൊടുത്ത് മറുപടി പറയുക, അതിലുണ്ട് ഖൗലാനി, രണ്ട് അഭിപ്രായം അതിൽ പറയാനുണ്ട് എന്നാ. രണ്ടഭിപ്രായത്തിൽ ഖീല, ഒരഭിപ്രായം പറയുന്നു യക്ഫി, ആ ഇഖ്തിസാറ് മതി. എന്തുകൊണ്ട് മതി? ലിഹുസൂലിൽ മഖ്സൂദി, ഇവിടെ മഖ്സൂദ് എന്താണോ അത് കിട്ടി. എന്തുകൊണ്ട്? ബിദ്ദഫഇ അൻ വാഹിദിൻ മിൻഹാ, മുഅ്തരിദ് ഇതിന്റെ ഒക്കെ പാടെ ഇടയിൽ കൂടി ഫർക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം എന്തേ ഉള്ളൂ? അവർ ദഫ് ചെയ്യലാ. ആ ഒന്നെടുത്തു, ഒരസിലെടുത്തു. ഈ അസിലുകളിൽ നിന്ന് ഒരസിലെടുത്തിട്ട് അതിനങ്ങോട്ട് ദഫ് ചെയ്തു. ആ ദഫ് ചെയ്യൽ കൊണ്ട് തന്നെ മുഅ്തരിദിനെ ഒതുക്കലാണ് മഖ്സൂദ്. അതിവിടെ ഉണ്ടായല്ലോ, അപ്പൊ ആ ചുരുക്കല് പോരെ, പിന്നെ അതിനധികം എന്ന് ഖീല. വക്കീല മറ്റ് രണ്ടാമത്തെ ഖീല പറയുന്നില്ല, ആ ചുരുക്കൽ നടക്കൂല, അതൊരിക്കലും പറ്റൂല. എന്താ കാരണം? ലി അന്നഹു, നിശ്ചയമായിട്ടും ഈ ചുരുക്കല് ഇൽതസമൽ ജമീഅ, ഇങ്ങനെ മുസ്തദിൽ എന്ത് ചെയ്തു? ആ എല്ലാത്തിനും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മുസ്തദിൽ ഏറ്റെടുക്കുമ്പോ ഫലസിമഹു ദഫ്ഉ അൻഹു, അതിനെല്ലാത്തിനെ തൊട്ടും ദഫ് ചെയ്യൽ മുസ്തദിൽ ലാസിമാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് മാത്രം എടുത്ത് മറുപടി പറഞ്ഞിരിക്കുക എന്നെടുക്കൂല. തരക്കടില്ല, ഈ കീരി നല്ല പോയിന്റ് തന്നെയാ. തീരെ രണ്ടും മോശമൊന്നുമില്ല, രണ്ടും നല്ല തെളിവ് തന്നെയാ. ശരി, അതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഖവാദിയിലേക്ക് തന്നെ മടങ്ങാം. വമിൻഹ ഐ മിനൽ ഖവാദിഹി, ഇല്ലത്തായി വരാൻ പറ്റാത്ത മോശങ്ങളിൽ പെട്ടതാണ് ഫസാദുൽ വളഇന്റെ ഫസാദ്. സാരി അതിനെ വെച്ചിട്ടുണ്ടോന്നിന്, ആ വെച്ച് അതിന് പറ്റുന്നില്ല. അങ്ങനെ വന്നാൽ പിന്നെ അത് ഇല്ലത്താകാനും പറ്റില്ല. അപ്പൊ വളഇന്റെ ഫസാദ് ഉണ്ടാവുക, അതും ഖവാദിഹുകളിൽ പെട്ടതാകുന്നു. ഇത് വളഇന്റെ ഫസാദ് ഇപ്പൊ എങ്ങനെ ഉണ്ടാകുക എന്നാ നമ്മക്കാർക്ക് ഇപ്പൊ തിരിയില്ലല്ലോ, പറയണല്ലോ. അതിന്റെ തസ്വീർ അല്ലാ യകൂന ദലീലും, ഇവിടെ ഉണ്ട ലക്ഷ്യം കൊണ്ടുണ്ടല്ലോ, ആ ദലീല് ആവാതിരിക്കുക. എന്താവാതിരിക്കുക? അൽ ഹൈഅത്തി സ്വാലിഹതി ലിഇതിബാരിഹി, ആ ദലീലിനെ പരിഗണിക്കലിന് നന്നാകുന്ന രൂപമുണ്ട് ഇവിടെ. ആ രൂപത്തിന്റെ മേലിൽ ഈ ദലീൽ ആവാതിരിക്കുക. എവിടെയാണ് പരിഗണിക്കുന്നത്? ഫീ തർതീബിൽ ഹുക്മി അലൈഹി, ആ ദലീലൂടെ കൊണ്ടുവന്നു. ആ ദലീൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ദലീലിന്റെ മേലിലാണ് ഈ ഹുക്കുമിനെ ക്രമീകരിക്കുന്നത്, അതിമെ ആസ്പദപ്പെടുത്തിയ ഹുക്കുമ വരുന്നത്. അങ്ങനെ ഹുക്കുമിനെ ആ ദലീലിനെ ക്രമീകരിക്കുന്നതിൽ ഈ ദലീലിനെ പരിഗണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്ന രൂപത്തിന്റെ മേൽ ഈ ദലീൽ വന്നില്ല. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് വളഇന്റെ ഫസാദ് ഉണ്ടാകുന്നത്. അപ്പോൾ ദലീലാകാനും പറ്റൂല. അതിനൊരു ഉദാഹരണം പറയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ കഅൻ യകൂന സ്വാലിഹൻ ലിദിദ്ദി ദാലിക്കൽ ഹുക്മി ഔ നഖീലിഹി, ഇതാ പറയുന്നത്. കഅൻ യകൂന, അപ്പോ അതിന്റെ ഉദാഹരണം കഅൻ യകൂന ആകും പോലെ സ്വാലിഹൻ, ആ ദലീൽ നന്നാവുക. എന്തിനാ നന്നാവുക? ലിദിദ്ദി ദാലിക്കൽ ഹുക്മി, ഇവിടെ ഒരു ഹുക്കുമുണ്ട്, ആ ഹുക്കുമിന് നേരെതിര്, അതിനെ ഈ ദലീൽ പറ്റുള്ളൂ, ഈ ഹുക്കുമിന് പറ്റൂല. അത് നേരെതിര്, ആ ലിദ്ദിനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലൗ നഖീലിഹി, അല്ലെങ്കിൽ ലിദ്ദല്ല, പിന്നെന്താ? ഹുക്കുമിന്റെ നഖീലയോ എതിരുണ്ടാവും. അതിനെ നഖീലക്കോ അല്ലെങ്കിൽ ലിദ്ദോ, ഇത് രണ്ടില് ഒന്നിനെ ഇത് വരാൻ പറ്റുകയുള്ളൂ, ഈ ദലീൽ പറ്റുകയുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് ഹുക്കുമിനെ ക്രമീകരിക്കുന്നതിൽ പരിഗണിക്കലിന് പറ്റുന്ന രൂപത്തിൽ ഈ ദലീൽ ആവാതിരിക്കുക എന്ന് പറയുന്ന ഉദാഹരണം അങ്ങനെയാകുന്നു. അപ്പോ റിദ്ദാലിക്കൽ ഹുക്മ എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ മുസ്തദില് ഒരു ദലീൽ കൊണ്ടുവന്നു, ആ ദലീലുമേലാണ് ആ ഹുക്കുമിനെ ക്രമീകരിച്ചെടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു ദലീൽ ഇവിടെ ഉണ്ടായിരിക്കെ, അങ്ങനത്തെ ഒരു ഹുക്കും ആ ഹുക്കുമിന് നേരെ എതിര് വരുന്ന ഒന്നാണ്, അങ്ങനത്തെ ഒന്നിനാവുക എന്നുള്ളതാ. ഇനി നമുക്ക് വിശദീകരിക്കാം.
അതിന് ഉദാഹരണം എണ്ണി പറയട്ടെ. ഒന്ന് തഗ്ലീദിൽ നിന്ന് എന്തെടുക്കുക? തഖ്ഫീഫിനെ എടുക്കുക. തഖ്ഫീഫിന് തലഖി തഖ്ഫീഫ് മിന തഗ്ലീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് വെക്കണം? തഖ്ഫീഫിനെ എടുക്കുക, ഗവേഷണം ചെയ്തെടുക്കുക. എന്തിൽ നിന്നെടുക്കുക? തഗ്ലീദ്, ഗൗരവത്തിന്റെ ദലീൽ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ ഗൗരവത്തിനുള്ളതായ ദലീൽ എടുത്തിട്ട് ലഘൂകരിക്കുക. ആ ദലീലിന് ലഘൂകരണത്തെ കണ്ടെത്തുക. അതാണ് ഒന്ന്. മറ്റൊന്ന് തളീഖിൽ നിന്ന് തൗസീനെ എന്താക്കുക? കണ്ടെത്തുക. വൽ ഇസ്ബാത്തി മിനൻ നഫി, നഫിയിൽ നിന്ന് മുസ്ബത്തിനെ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഫസാദുൽ വളുഇന്റെ ഉദാഹരണമായിട്ട് നമുക്ക് വരാനുള്ളത്. തഖ്ഫീഫ്, തഗ്ലീദ് ഇത് രണ്ടും എന്താണ്? ളിദ്ദാണ് അല്ലെ? ലഘുവാക്കുക, കട്ടിയാക്കുക രണ്ടും എതിരാണ്. തൗസീഖും തളീഖും അത് രണ്ടും അങ്ങനെ തന്നെ എന്താണ്? എതിരാണ്. പിന്നെ നഖീല ഏതാന്ന് വെച്ചാൽ ഇസ്ബാത്ത്, നഫി. നഫിന്റേത് നഖീല, ഇസ്ബാത്ത്, ഇസ്ബാത്ത് നഖീല, നഫി വരും. ളിദ് തൗസീഖ്, തളീഖ്, തഗ്ലീദ്, തഖ്ഫീഫ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി അക്സിഹി, അതിന്റെ അക്സുണ്ട്. അക്സ് എങ്ങനെയെന്ന് ചോദിച്ചാല് നഫിയെ ഇസ്ബാത്തിൽ നിന്ന് ഗവേഷണം ചെയ്തെടുക്കുക. അതാണ് അക്സ്. ഇങ്ങനെയൊക്കെ ഉദാഹരണങ്ങളാണ് ഫസാദുൽ വളുഇനുള്ളത്. ഇനി ഓരോന്നിന് ഉദാഹരണം എടുക്കാൻ ഒരു രൂപകരെ പറഞ്ഞിട്ടുള്ളൂ. ഓരോന്നിനും ഉദാഹരണം. അൽ അവ്വലു, ഒന്നാമത്തെ ഉദാഹരണം ഏത്? തഗ്ലീദിൽ നിന്ന് അഥവാ തഗ്ലീദിന്റെ തഖ്ഫീഫിൽ നിന്ന് ദലീലിൽ നിന്ന് തഖ്ഫീഫിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം മിസ്ലു ഖൗലിൽ അനഫിയ്യ, അനഫിക്കാര് പറയും പോലെ. എന്താ അനഫിക്കാര് പറയുന്നത്? അൽ ഖത്ലു അംദൻ, മനഃപൂർവം കൊന്നുകളയുക എന്നുള്ളത് ജിനായത്തുൻ, അത് അലീമത്തുൻ, വലിയ ക്രിമിനൽ കുറ്റമാകുന്നു. അങ്ങനത്തെ വലിയ ക്രിമിനൽ കുറ്റമാകുന്നു. ഫലാ യുകഫറു, അതിനെ പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു ഹനഫിക്കാരൻ. പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ അർത്ഥം അയിലാ തജിബു ലഹു കഫാറത്തുൻ, ആ വധത്തിന് കഫാറത്ത് നിർബന്ധമില്ല. ഏതുപോലെ ഖിയാസ് ആക്കിയത്? മഖീസരി അസ്രേദക്കർ റിദ്ദത്ത് പോലെ എന്നാണ്. അപ്പോ ഇളമുൽ ജിനായത്തി, അക്രമമുള്ള ഇത് കൊന്നുകളെ കരുതി കൂട്ടി, ഈ ജിനായത്തിന്റെ വണ്ണം യുനാസിബു തഅലീദൽ ഹുക്മി, ഇവിടെ വരുന്ന ആ ഹുക്മിന്റെ ഗൗരവത്തിനോട് യോജിക്കുന്നതാണ്. ലാ തഖ്ഫീഫുഹു, ആ ഹുക്മിന്റെ ലാ തഖ്ഫീഫഹു, ആ ഹുക്മിന്റെ തഖ്ഫീഫിനോട് യോജിക്കൂല. അപ്പൊ ജിനായത്ത് അലമായപ്പോൾ ഹുക്മും നല്ല തഗ്ലീദായി, അവിടെ തഖ്ഫീഫ് ആകൂല. എന്തുകൊണ്ട് തഖ്ഫീഫ് യോജിക്കൂല? ബി അദിമി ഉജൂബി കഫാറത്തി, ഖത്ല് അന്തനിലക്കുള്ള കൊല്ലലിൽ കഫാറത്ത് വാജിബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുക്മിനെ തഖ്ഫീഫാക്കുക എന്ന പരിപാടി യോജിക്കൂല. പിന്നെന്ത് യോജിക്കുള്ളൂ? തഗ്ലീദ് പറ്റുകയുള്ളൂ. ഇപ്പൊ ഇവിടെ ഹനഫിക്കാര് പറഞ്ഞത് അങ്ങനെയാ, നിർബന്ധമാണ്. അപ്പോ നിർബന്ധമാകൂല. അപ്പൊ നിർബന്ധമാകൂല എന്നതുകൊണ്ട് തഖ്ഫീഫ് യോജിക്കൂല, തഗ്ലീദ് യോജിക്കും. ഇങ്ങനെ തഗ്ലീദ് തഖ്ഫീഫിനെ കണ്ടെത്തുന്ന പരിപാടി ഒന്നത്. ഇനി രണ്ടാമത്തെ അഭിപ്രായം ഏതാ? രണ്ടാമത്തെ ഉദാഹരണം തളീഖിൽ നിന്ന് തൗസി എടുക്കുക. തളീഖിൽ നിന്ന് തൗസിയ. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. എന്ത്? ഇവിടെ പറയുന്ന ആൾക്ക് പറയാം, എവിടെ നമ്മൾ തഗ്ലീദിൽ നിന്ന് തഖ്ഫീഫിൽ എടുക്കുന്ന പോലെ മനസ്സിലാക്കുക. അന്ന ലി ഖായിലിൻ അൻ യഖൂല ഹാദാ മിൻ തഅലീൽ ഹുക്മി, ഇത് ഹുക്മിനെ തഅലീലാക്കുന്ന വിഷയമാണ്. എന്തുകൊണ്ട്? ഇവിടെ ജിനായത്ത് എന്ന് പറയുന്നത് വലിയൊരു അപകടം പിടിച്ച ഒന്നാണ്. അത് തേടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കഫാറത്തിനെ നിർബന്ധമാക്കൂല, അതിനെ കഫാറത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? കഫാറത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ദുർബലമാണ്, അപ്പൊ പരിഹാരമാവുകയില്ല. അപ്പൊ കഫാറ നിർബന്ധമാവുകയും ഇല്ല എന്നതായി. ഇങ്ങനെയാണ്. ഇനി മറുപടി കൊടുക്കാൻ പറ്റും. കഫാറത്ത് ഈ പറയുന്ന ജിനായത്തിനെ എന്താക്കൂല? പരിഹരിക്കുകയില്ല എന്നതാവുക എന്നുള്ളത് വുജൂബ് ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. വുജൂബ് ഇല്ല എന്ന് പറയാൻ
പറ്റുകയില്ല, തേടൂല. വുജൂബ് വരും. കാരണം തഅലീല് ജബറിൽ മാത്രം മുന്നസറല്ല, ബൽ പിന്നെയോ അതുകൊണ്ടും എന്ത് ചെയ്യാം, ജദർ ചെയ്യാലോ. ജബർ കൊണ്ട് നമുക്ക് ജദർ ചെയ്യാം. അപ്പൊ തഅലീൽ ഉണ്ടാവുമല്ലോ. കഫാറത്ത് വാജിബാണ് എന്നതുകൊണ്ടും എന്ത് വരാം, കഫാറത്ത് വാജിബാണ് എന്നതുകൊണ്ടും തഅലീൽ കിട്ടാലോ. എന്തോടൊപ്പം ജിനായത്ത് അളവാണ്, അത് സമ്മതിക്കുകയാണ് എങ്കിൽ ജിനായത്ത് ജബറിനോട് എതിരാവുകയില്ല. പിന്നെന്താണ്, ജിനായത്തിന്റെ അസറ് ഉയർത്തിക്കളയുന്നിടത്ത് അടിസ്ഥാനപരമായിട്ട് ജബറിനോട് അത് എതിരാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തഖ്ഫീഫാക്കുക, ജിനായത്തിനെ തഖ്ഫീഫാക്കുക എന്ന ജബറ്, അതിനിവിടെ യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിയാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞപ്പോ എന്താ അറിയോ, അന്തനിലക്ക് കൊന്നുകളഞ്ഞാല് അത് വലിയൊരു കുറ്റമാണ്. അതിനെ കഫാറത്ത് കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റൂല, നിർബന്ധമാകൂല. റിദ്ദത്ത് പോലെ എന്ന് പറഞ്ഞു, റിദ്ദത്തിനോട് ഖിയാസാക്കി. റിദ്ദത്തിന് നമുക്ക് എന്ത് വേണ്ടി, ഗൗരവമാണല്ലോ. അപ്പൊ ജിനായത്തിന്റെ അളവും ഹുക്കുമുടെ ഗൗരവമാക്കി. അപ്പൊ കഫാറത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുക്കുമിനെ ലഘുവാക്കുക എന്ന പരിപാടി നടക്കൂല എന്നായി ചുരുക്കാം. ഇനി രണ്ടാമത്തത് തളീഖിൽ നിന്ന് തൗസീനെ കണ്ടെത്തുക. മിസ്ലു ഖൗലിഹിമു സക്കാത്തു, അതും അൻഫിയുടെ വാക്ക് പോലെ. അസ്സക്കാത്തു, സക്കാത്ത് വജബത്ത് നിർബന്ധമായി. എങ്ങനെ നിർബന്ധമായി? അലാ വജ്ഹിൽ ഇർത്തിഫാഖി, മയം ചെയ്യുക എന്ന വജ്ഹില്. എന്തിന്? ലിദഫ്ഇൽ ഹാജത്തി, ഇവിടെ ഹാജത്ത് തടുക്കലാണ്. സാധുവായ ഒരു മനുഷ്യന്റെ, ഫഖീറായ ഒരാളുടെ വിഷമം തീർക്കലാണ്. അപ്പൊ ആ ഹാജത്തിനെ തടുക്കുക എന്ന കാരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉടമസ്ഥനോട് മയം ചെയ്യാം. ഈ മയം ചെയ്യുക എന്നുള്ളത് ഉടമസ്ഥനോട് മയം ചെയ്തു കൊടുക്കലാണ്. ഈ ചെയ്യല് അടിസ്ഥാനമാക്കിയിട്ടാണ് സക്കാത്ത് നിർബന്ധമായി. അപ്പോ കാലത്ത് അപ്പൊ സക്കാത്തായി അലത്തറാഹി, വേഗം കൊടുക്കണ്ട, സാവധാനം കൊടുത്താൽ മതി എന്നായി. ഏതുപോലെ? കദ്ദിയത്തി, ദിയത്ത് പോലെ. അലൽ ആഖിലത്തി, ഒരാളെ കൊന്നു, ആ ഘാതകന്റെ കുടുംബത്തിന്റെ മേൽ എന്താണ്, ഈ ഘാതകനെ രക്ഷപ്പെടുത്തുവാൻ അവർ കുടുംബത്തിൽപ്പെട്ട ഒരാളെ മേൽ നിർബന്ധ ദിയത്ത് കൊടുക്കരുത്. അപ്പോ തറാഹിൽ മുവസ്സ, അപ്പൊ അവിടെ വിശാലമായൊരു പിന്തൽ കുടിസായ സമയമല്ല, ആക്കം പോലെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ വിശാലമായ സമയ, അതാണ് വിശാലമായ ഈ തറാഹി ഉണ്ടല്ലോ. ലാ യുനാസിബു, അത് യോജിക്കൂല. ദഫ്അൽ ഹാജത്തിൽ മുളയ്യക്ക്, കുടിസായി നിൽക്കുന്ന ഒരാളുടെ ഹാജത്തിനെ തടുക്കണം. ആ തടുക്കലിനോട് ഇത് യോജിച്ചു വരികയില്ല എന്ന് അവിടെ വാക്കുണ്ട്. അവിടെ അവസ്ഥയെ കണ്ടെത്തി. അപ്പോ ഇവിടെ ഇർത്തിഫാക്ക്, എന്താ ഇർത്തിഫാക്ക് പറഞ്ഞത്? ഇർത്തിഫാക്കാണ് ഇവിടെ പറയപ്പെട്ടത്. മറ്റൊന്ന് ഹാജത്തിനെ തടുക്കുക എന്നുമാണ്. അതിനൊരു വിശദീകരണം നമുക്ക് നൽകാം. കുടുംബത്തില് ഒരു ഘാതകൻ നടത്തിയാൽ അയാളുടെ ബന്ധപ്പെട്ട ആളുടെ മേൽ നിർബന്ധമാണ് ദിയത്ത് കൊടുക്കല്. എന്തിനാ ദിയത്ത് കൊടുക്കുന്നത്? അവിടെ ആക്രമിക്കുന്ന ഒരാളുണ്ട്, അക്രമി, അയാളുടെ ആവശ്യം തടുക്കല. എന്താണ് ആവശ്യം? അയാളെ രക്ഷപ്പെടുത്തുക. ഇപ്പോൾ അക്രമം ചെയ്തല്ലോ, ആ അക്രമം ചെയ്ത ആ കുടുക്കിനെ തൊട്ട് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ അയാൾക്ക് എന്ത് ചെയ്യുക? വിടുതി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പൊ ദിയത്ത് പോലെ എന്ന് പറഞ്ഞൊരു ഉദ്ദേശം. പിന്നെ കൊല്ലത്തിൽ, എല്ലാ കൊല്ലത്തിലും കഴിവുള്ള ഒരാള് എന്ത് ചെയ്യുക? ഒരു ദീനാറിന്റെ പകുതി ചുരുക്കി. എല്ലാ കൊല്ലത്തിലും കഴിവുള്ള ഒരു ദീനാറായി. അതുപോലെ തന്നെ മദ്യമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ദീനാർ 4:1. പിന്നെ കൊല്ലാവസാനം എന്ത് ചെയ്യൂല? ഈ പറയപ്പെട്ടതിനേക്കാൾ കൂടുതൽ പിടിക്കുകയും ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദിയത്ത് കൊണ്ട് എന്ത് ചെയ്യില്ല, അവർ പൂർത്തിയാക്കി വിട്ടില്ല എന്ന് വെക്കുക. എന്നാ പറഞ്ഞ് എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല എങ്കിലും ഇങ്ങനെയാണ് അവരിത് പിടിക്കേണ്ടത്. ഇതൊക്കെ അവർക്ക് വെച്ചതെന്തിനാ? അത് അവരോടുള്ള മയവും അതോടുകൂടി തന്നെ അവരുടെ മേൽ എളുപ്പമാക്കി കൊടുക്കുക എന്നും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഏതുപോലെ അത് വേറെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്, ഈ രൂപത്തിലാണ് ഇപ്പൊ സക്കാത്ത് പറഞ്ഞു. അപ്പോ സക്കാത്ത് വേഗം കൊടുക്കേണ്ടി വരും.
അപ്പൊ സക്കാത്ത് വേഗം കൊടുക്കേണ്ടി വരും. മുനാസിബിൽ ലോകുൽ ഫൗർ വേഗം കൊടുക്കണമെന്നുള്ളിടത്താണ് സാവധാനം കൊടുത്താൽ പറ്റൂല എന്നാക്കി. അതാണ് ഹനഫികൾ രണ്ടു പറഞ്ഞത്. അപ്പൊ ഇവിടെ തഅരീദും തഖ്ഫീഫിനെ കണ്ടെത്തുന്ന രീതിയും പറഞ്ഞു. അപ്പൊ എന്താ ഇവിടെ വാസ്തവത്തിൽ ഇല്ലത്താകാൻ പറ്റൂലല്ലോ, അതിന്റെ വസാദുൽ വന്ന് ആയത്. അതുപോലെ തന്നെ തൗശീനെ കണ്ടെത്തി, അപ്പൊ അതും പറ്റൂല, ഫസാദുൽ വന്ന് ആയി. ഇനി നാലാമത്തെ ഒരു ഉദാഹരണം, അതേതുപോലെ കാലാഫിൽ മുആത്താത്ത്, മുആത്താത്തിന്റെ കൗല് പോലെ. മുആത്താത്ത് പറഞ്ഞാല് ഈജാബും കബൂലും ഇല്ലാത്ത കച്ചവടം. അത് ഏതിലാണ്? ഫിൽ മുഹക്കറി, നിസ്സാരമായൊരു വസ്തുവാണ്. ആ നിസ്സാരമായൊരു വസ്തുവിൽ വിൽപ്പന വാങ്ങുന്നു. ഇത് രണ്ടും മുആത്താത്തിന്റെ കൗല് പ്രകാരം പോകുന്നത്. ആ മുആത്താത്തിൽ പറയാ ലൻ യൂജദ് ഫീഹാ സിവർ റിളാ, ആ ഇടപാടിൽ രണ്ടാളും മനപ്പൊരുത്തമുണ്ട് എന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. അപ്പൊ വലായൻ അഖദ് ബിഹാ ബൈഉൻ, അപ്പോ ആ മുആത്താത്ത് കൊണ്ട് ഈ കച്ചവടം ശരിയല്ല. ഏതുപോലെ? കമാവി ഗൈർ മുഹക്കരി, ബലപിടിപ്പുള്ള സാധനത്തിലും മുആത്താത്ത് കൊണ്ട് കച്ചവടം നടത്തിയ പോലെ. അപ്പൊ ഫർറിദല്ലദീ ഹുവ മനാത്തുൽ ബൈഇ, ഇവിടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിളയാണ്. യുനാസിബുൽ ഇൻഇഖാദ്, അത് കച്ചവടം ഇടപാട് കെട്ടുപെടുക, നടക്കുക എന്നതിനോട് യോജിക്കുന്ന ഒന്നാണ് റിള എന്നുള്ളത്. ലാ അദ്മഹു, ഇൻമുൻ അഖദ് ആവുക, അതായത് ഇടപാട് നടക്കാതിരിക്കുക എന്നതിനോടല്ല. ഇങ്ങനെയായി. ഇപ്പൊ എന്തായി ഇവിടെ പറഞ്ഞത്? ലായൻ അഖദ് മംഫി അല്ലേ, ആ മംഫിയിൽ നിന്ന് എടുത്തു മുസ്ബത്ത് എടുത്തു. അതാണ് ഇപ്പൊ പറഞ്ഞത്. മൻഫിയിൽ നിന്ന് മുസ്ബത്ത് എടുക്കുക, മുസ്ബത്ത് നിന്ന് മംഫി എടുക്കുക. ഇങ്ങനെയാണ് നാലാമത്തത്. ഈ രൂപങ്ങളൊക്കെ വരുമ്പോൾ എന്തായി? ഫസാദുൽ വദ് ഉണ്ടായി. ഫസാദുൽ വദ് ഉണ്ടാകുമ്പോൾ കച്ചവടം എന്താ അല്ല ഇല്ലത്താവാൻ പറ്റുകയുമില്ല എന്നുള്ളതാണ്. ഇവിടെ റാബി പറഞ്ഞു എടുത്ത് മൂന്നാമത്തിന്റെ ഉദാഹരണം എന്നാ പിന്നെ ചോദിക്കാനുള്ളത്. മൂന്നാമത്തിന്റെ ഉദാഹരണം ഇപ്പൊ എവിടെയെന്നാ? മൂന്നാമത് പറഞ്ഞത് എന്താണ്? നഫിന്ന് ഇസ്ബാത്തിനെടുക്കലല്ലേ. എന്നിട്ട് അക്സ് തന്നു. അക്സ് എന്താ പറയുക? അക്സ് പറഞ്ഞ ഇസ്ബാത്തിൽ നിന്ന് നഫി എടുക്കാന്ന്. ഇവിടെ ഇപ്പൊ മുസ്ബത്ത് ഉണ്ട്, ആ മുസ്ബത്ത് ഇപ്പൊ നഫി എടുക്കല്ലേ. ഇതിലെ നാലാമത്തെ ഉദാഹരണം. അതായത് മുആത്താത്തിന്റെ കൗല് പ്രകാരം നിസ്സാര വസ്തു വിൽപ്പന നടത്തിയാൽ അത് റിള എന്നല്ലാതെ മറ്റൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താവൂല? ആ മുആത്താത്ത് കൊണ്ട് വിൽപ്പന എന്താവൂല, ശരിയാവുകയില്ല. ഇതാണ് ഇപ്പൊ മംഫി. ഏതുപോലെ മുഹക്കർ അല്ലാത്ത സാധനത്തിൽ മുആത്താത്ത് കൊണ്ട് വിൽപ്പന നടക്കാൻ പറ്റൂല. അപ്പോൾ റിള ഉണ്ടായി മാത്രമേ ഉള്ളൂ. ഈ റിള എന്ന് പറയുന്നത് എന്തിനോട് യോജിച്ചു വരുന്നതാണ്? കച്ചവടം മുൻഅഖിദാവുക, നടപ്പാവുക എന്നതിനോട് യോജിക്കുന്നതാണ്. പിന്നെ എന്തിനോടല്ല? അത് നടപ്പാകൂല എന്ന അദ്മിനോടല്ല. ഇങ്ങനെയാണ്. ഇതപ്പോ നാലാമത്തെ കോലം. അപ്പോ നാലാമത്തെ കോലം അതാണ് എന്ത്? നഫിയിൽ നിന്ന് ഇസ്ബാത്തിനെടുത്തു എന്നുള്ളതാണ്. നഫിയിൽ നിന്ന് ഇസ്ബാത്തിനെടുക്കുക. ഇസ്ബാത്തിൽ നിന്ന് നഫി എടുക്കുക. ഇസ്ബാത്തിൽ നിന്ന് നഫി എടുക്കുക. ഇതാണ് നാലാമത്തേത്. ഇവിടെ ഇസ്ബാത്തിൽ നിന്ന് ഇപ്പൊ നഫി എടുത്തു, അതാണ് ഉണ്ടായത്. ഇസ്ബാത്ത് എന്താ? റിളയാണ്. ആ റിള എടുത്തിട്ട് പിന്നെ എന്താക്കി? നഫി എടുത്തത് ലാ യൻഅഖിദു എന്നായി. അപ്പൊ ഈ മൂന്നാമത്തിന്റെ ഉദാഹരണം എവിടെയെന്നാ? മൂന്നാമത്തിന്റെ ഉദാഹരണം പറയാലോ. കച്ചവടത്തിന്റെ മുൻഅഖിദ് സഹിയാകും മുഹക്കിറായതിൽ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാത്തതിൽ മുഅത്താത്തായ കാലുകൊണ്ട്, മുഅത്താത്തായ കൗലുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തണ്ടായാൽ തന്നെ ഇടപാട് ശരിയാകും എന്നുള്ള അഭിപ്രായക്കാർക്കനുസരിച്ച് മൂന്നാമത്തിന് ഉത്തരം പറയാൻ പറ്റും. അവിടെ ശീകയില്ല, അപ്പൊ മുൻഅഖിദാകും മുഹക്കർ പോലെ എന്നുള്ളതാണ്. ശീക ഇല്ലാതിരിക്കുക എന്നുള്ളത് എന്തിനോട് യോജിക്കുകയുള്ളൂ? മുൻഅഖിദ് അല്ല, അല്ലാതെ മുൻഅഖിദിന്റെ അദം, മുൻഅഖിദിന്റെ അദിമിനോട് യോജിക്കുമെന്നല്ലാതെ മുൻഅഖിദ് അല്ല എന്നതിനോട് യോജിക്കൂല. ഇങ്ങനെയാണ് വിഷയം. ഇങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ പറയാമെന്നാ പറയുന്നത്. പോട്ടെ. ഒമിൻഹു ഐ മിൻ ഫസാദിൽ വളഇ, വസാദുൽ വളഇൽപ്പെട്ടത് തന്നെയാണ് എന്ത്? ഖൗറുൽ ജാമിഇ ബി ഖിയാസിൽ മുസ്തദില്ലി, ലക്ഷ്യം പിടിക്കുന്ന ആൾ ഖിയാസാക്കുന്നു. ആ ഖിയാസിൽ ജാമ്യ ഉണ്ടാവുക. ജാമ്യ ഉണ്ടാവുക എന്ന് പറഞ്ഞാല്
ഫർഇന്റെയും അസ്ലിന്റെയും ഇടയിൽ ഒപ്പം ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു വസ്ഫ് അത് സബത്ത സ്ഥിരപ്പെട്ടു. ഇഅ്തിബാറുഹു ആ ജാമിനെ പരിഗണിക്കൽ സ്ഥിരപ്പെട്ടത് നെസ്സു കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്, അല്ലെങ്കിൽ ഇജ്മാ കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്. ഇങ്ങനെ അതൊന്നുകൊണ്ടാണ് ആ ജാമിനെ പരിഗണിക്കൽ സ്ഥിരപ്പെട്ടത്. എന്തില് സ്ഥിരപ്പെട്ടു? ഫീ നഖീദിൽ ഹുക്മി, ഹുക്മിലല്ല, ഹുക്മിന്റെ നഖീദയിൽ. ഫീ ദാലിക്കൽ ഖിയാസി, ആ ഖിയാസിൽ ഒരു ഹുക്മുണ്ട്. ആ ഹുക്മിൻ നഖീദയിലാ. ആ നഖീദയിലാണ് എന്ത് ചെയ്ത് സ്ഥിരപ്പെട്ടത്? പരിഗണിച്ചത് സ്ഥിരപ്പെട്ടു. അപ്പൊ അതിലാണ് പരിഗണന. നഖീദയിലാണ് ആ ജാമിനെ പരിഗണിക്കുന്നത്. അത് നെസ് കൊണ്ട് സ്ഥിരപ്പെടാം പരിഗണിക്കുന്നത്, ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെടാം. എങ്കിൽ അതിന് ഉദാഹരണം പറയണ്ടേ? മിസാലുൽ ജാമിഇ നസ്സി, നെസ്സുടേതായ ജാമി. ആ ജാമി അഥവാ അസ്രിന്റെയും ഫർഇന്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു വസ്ഫുണ്ട്, അത് നെസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത്. അതാ നെസ്സുടേതായ ജാമീന് ഉദാഹരണം. അത് ഖൗലുൽ അനഫിയ, അനഫിക്കാര വാക്കാണ്. എന്താ അനഫിക്കാര് പറയുന്നത്? ഹൽ ഹിറത്തു, പൂച്ച എന്ന് പറയുന്നത് സബുൻ, അത് പിടിമൃഗമാണ്. നാബിൻ, തേറ്റ ഉടയതായ പിടിമൃഗമാണ്. അങ്ങനെ വരുമ്പോൾ യകൂനു സുഉറുഹു, അപ്പോൾ പൂച്ച കുടിച്ച ബാക്കിയുള്ള വെള്ളമാവട്ടെ എന്തുമാവട്ടെ നജസൻ, അത് നജസാകും. എവിടുക്ക ഖിയാസ് കൽ കൽബി, നായ പോലെ. അപ്പൊ പൂച്ച കാട്ടിലൂടെ ഒരു പിടിമൃഗത്തിൽ പെടുകയും തേറ്റയുള്ള ജീവിയുമായതുകൊണ്ട് നായ കുടിച്ചത് ബാക്കിയായാൽ അത് ഒട്ടകനസല എന്നതുപോലെ പൂച്ച കുടിച്ച വാക്ക് നജസാണ് എന്ന് അനഫിക്കാറ് കൽബിലേക്ക് ഖിയാസാക്കിയിട്ട് പറയുന്നു. അങ്ങനെ യുഖാലു പറയപ്പെടുന്നു അസബിയ്യത്തു, സബിയ്യത്ത് പിടിമൃഗമായിരിക്കുക എന്നുള്ളത് അതാണ് ഇവിടെ ജാമ്യ. അവിടെ ഷാരിഅ് പരിഗണിച്ചത് സബിയ്യത്തിനെയാണ്. ആ സബിയ്യത്തിനെ എന്തായി പരിഗണിച്ചു? ഇല്ലത്തല്ലി ത്വഹാറത്തി, ത്വഹാറത്തിന് കാരണമാക്കി ഇല്ലത്താക്കി. ആണോ നഖീല. എന്താ അവിടെ ഉള്ള വിധി? പൂച്ച കുടിച്ച ബാക്കിയുള്ള വെള്ളം നജീസാണെന്നാ പറഞ്ഞത്. അതിന് പറഞ്ഞത് എന്താ? സബിയ്യത്ത് ഇല്ലത്താക്കി കൊണ്ടുവന്നിട്ടുമുണ്ട്, നായ പോലെ ഖിയാസാക്കുകയും ചെയ്തു. അപ്പൊ ഈ ഖിയാസിൽ ഇല്ലത്ത് സബിയ്യത്താ. ഈ സബിയ്യത്താണ് എങ്കിലോ നജസാണ് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നേരെ എതിരെന്താ? ശുദ്ധി എന്നുള്ളതാ. ആ ശുദ്ധിക്ക് ഇല്ലത്തായിട്ടാണ് സാരിഗ് സബിയ്യത്തിനെ പരിഗണിച്ചിട്ടുള്ളത്. അത് നസ്വാണ്. എവിടെ? ഹൈസ് ദുഅയ്യ ഇലാ ദാരിൻ, ഒരു വീട്ടിലേക്ക് ഷാരിനെ ക്ഷണിച്ചു. ഷാരി എന്ന് പറയുമ്പോൾ നബിയാണത്. ഫീഹ, ആ വീട്ടിൽ കൽബുൻ, നായയുണ്ട്. ഫംതന, അങ്ങനെ ഷാരി ആ വീട്ടിലേക്ക് പോയില്ല. വ ഇലാ ഉഖറ, മറ്റൊരു സമയത്ത് മറ്റൊരു വീട്ടിലേക്ക് വിളിച്ചു. ഫീഹ, ആ വീട്ടിലുണ്ട് സിന്നൂരൻ, പൂച്ചയുണ്ട്. ഫഅജാബ, അവിടെ ഷാരി വിളിക്കുത്തരം നൽകുകയും ചെയ്തു. അപ്പോ ഫഖീല ലഹു, ഷാരിനോട് ചോദിക്കപ്പെട്ടു, അവിടെ പോയില്ല ഇവിടെ പോയി. അഥവാ ആദ്യം വിളിച്ച നാളെ വീട്ടിലേക്ക്, അവിടെ പോയിട്ടില്ലല്ലോ, ഇവിടെ പൂച്ച ഉണ്ട്, അവിടേക്ക് പോയല്ലോ എന്നാ. അപ്പൊ വക്കാല, അവിടുന്ന് ഷാരി പറഞ്ഞത് അസിന്നൂറു, സിന്നു എന്ന് പറയുന്നത് സബഉൻ, അതൊരു പിടിമൃഗമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പൂച്ചക്ക് സിന്നൂറിന് സബഉൻ എന്ന് പറയുന്ന ഒരു പിടിമൃഗമാവുക എന്ന സ്വഭാവത്തെ ഷാരി ശുദ്ധിയായി, പൂച്ച ശുദ്ധിയാണല്ലോ, ആ ശുദ്ധിക്ക് കാരണം വെച്ചത് ഈ സബഇയ്യത്തിനെയാണ്. അപ്പോ അനഫിക്കാർ കൊണ്ടുവന്നത് നജസ് എന്നില്ല, അതിന് ഇല്ലത്തായി കൊണ്ടുവന്നപ്പോൾ ആ ഇല്ലത്ത് ശരിയായില്ല. ആ ഇല്ലത്ത് ഹുക്മെ നഖീലക്കേ പറ്റുള്ളൂ. ഇത് നെസ് കൊണ്ട് പരിഗണിച്ചതുമാണല്ലോ. റവാവുൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വഗൈറു, അല്ലാത്തവരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ കോലം. ഇവിടെ നെസ്സായിട്ട് നമുക്ക് കിട്ടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലങ്ങിയില്ലേ? എന്താ വിലങ്ങിയത്? ഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ ലാ ലി അജ്ലി നജാസതിഹി എന്നതാണ്. നായ വീട്ടിലുണ്ട്, ആ നായ വീട്ടിലുണ്ടെങ്കിൽ അവിടെ മലക്ക് വരികയില്ല. അത് നായ നജസ എന്ന കാരണം കൊണ്ടല്ല എന്ന് റുദ്ദ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ അതിനെ തട്ടി, അതിനെതിർത്തപ്പോ തട്ടിട്ടു. എന്താട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന് പറഞ്ഞ ഇല്ലത്ത്
മലക്കുകൾ അവിടെ വരാതിരിക്കാനുള്ള ഇല്ലത്ത് എന്താ അറിയോ? നായ ഒരു പിടിമൃഗമേ അല്ല എന്ന നിലക്കാ. അപ്പൊ പിന്നെ സിന്നൂറ് എന്നുള്ളത് സബഉ നബി തങ്ങൾ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോ സബഇയ്യത്ത് അല്ല എന്നുള്ളത് മലക്കുകൾ പ്രവേശിക്കാതിരിക്കുക എന്നതിനേക്കാൾ അമ്മല്ലേ സബഇയ്യത്ത് അല്ല എന്നുള്ളത്. ആയതുകൊണ്ട് തഹഖുഖായല്ലോ. സബഇയ്യത്ത് എന്നുള്ളത് നായ അല്ലാത്ത മറ്റു ജീവികളിൽ തഹഖുഖാണല്ലോ. അതുകൊണ്ടാണ് മലക്കുകളുടെ ദുഖൂൽ ആ വീട്ടിലില്ല എന്നതിനേക്കാൾ അമ്മാണ് സബഇയ്യത്ത് ഇല്ല എന്നുള്ളത്. നായയല്ലാത്ത മറ്റു ജീവികൾ ഏതാണ്? തൊയൂർ, പറവകൾ, പക്ഷികളുണ്ട്. അവിടെയൊക്കെ മലക്കുകൾ വരുന്നുമുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഫലായുനാസിബു തഅലീല അദിമു ദുഖൂൽ ബിഹി, അതുകൊണ്ട് മലായിക്കത്തിന്റെ ദുഖൂൽ ഇല്ല എന്ന് ഇല്ലത്താക്കുക എന്നത് യോജിക്കുന്നതും അല്ലല്ലോ എന്നായി. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ സബഇയ്യത്ത് സിന്നൂറത്ത് അരബിക്കാർ കൊണ്ടുവന്ന തെളിവ് ശരിയായില്ല. ഓ മിസാലുദിൽ ഇജ്മാഇൻ കൊണ്ട് പരിഗണിക്കുന്ന ഒന്നാണല്ലോ ജാമിഅ. നോക്കുക, അത് ഖൗലു ഷാഫിയ്യത്തി, ഷാഫിയാക്കളെ വാക്കാണ്. എവിടെ? ഫി മസ്ഇർ റഅസി, തല തടവുന്ന കാര്യത്തിൽ, ഫിൽ വുദൂഇ എന്താ പറയുന്നത്? യുസ്തഹബ്ബു തക്റാറുഹു, ആ തല തടവലിനെ ആവർത്തിക്കൽ സുന്നത്താണ് എന്നുള്ളത് ഇജ്മാഅാണ്. ഏതുപോലെ ഖിയാസ് കൽ ഇസ്തിൻജാഇ ബിൽ അജ്രി, കല്ലുകൊണ്ട് ശുദ്ധി വരുത്തും പോലെ. എവിടെ? ഹൈസു യുസ്തഹബുൽ ഈതാറു ഫീഹി, കല്ലുകൊണ്ട് ശുദ്ധി വരുത്തുമ്പോ ഒറ്റയാക്കൽ സുന്നത്താണല്ലോ. 1, 3, 5 ഇങ്ങനെ സുന്നത്താണല്ലോ എന്ന്. ഇതിങ്ങനെ ഇസ്തിൻജാ ബിൽ അജ്റിനോട് ഖിയാസാക്കിക്കൊണ്ട് തല തടവലിനെ പറഞ്ഞു. അവിടെ തക്റാറുണ്ടല്ലോ സുന്നത്ത്. അപ്പൊ ഇവിടെ ഇജ്മാ ആണ് ആ വിഷയം. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇത്തിബാറ്, ആ ജാമ്യ. അപ്പോ ഫയുഖാലു പറയപ്പെടും അൽ മസ്ഹൂഫിൽ ഖുഫി, അവിടെ ഖുഫുണ്ടല്ലോ, ഖുഫയിലുള്ള മസ്ഹ് ലാ യുസ്തഹബ് തക്റാറുഹു, ആ തക്റാർ എന്താവുകയില്ല, സുന്നത്താകൂലല്ലോ. ഇജ്മാ എന്നൽക്ക് ഫീമാ ഖീല, പറയപ്പെട്ട അഭിപ്രായ പ്രകാരം ഇജ്മാ എന്നൽക്ക് എന്താവുകയില്ല, അത് ശരിയാവുകയില്ലല്ലോ. അപ്പൊ ഇജ്മാ എന്നൽക്ക് ഖുഫയെ തടയുവാൻ ആവർത്തൽ സുന്നത്തില്ല എന്ന് ഖുഫയെ തടയുന്നോർത്ത് പറയപ്പെടും, എതിർത്തു. അപ്പൊ ഇവിടെ മസ്ഹ് എന്ന് പറയുന്നതാണ് ജാമ്യ, അത് ഫാസിദായി ചെയ്തു. കാരണം അവിടെ സ്ഥിരപ്പെട്ടത് ഇജ്മാ കൊണ്ടാണല്ലോ. എന്ത് വിഷയത്തിൽ? ഇസ്തിഹ്ബാബ് ഇല്ല, ഖുഫയെ തടയൽ ആവർത്തിക്കൽ സുന്നത്തില്ല എന്നുള്ളത് നഫിയല്ലേ. അവിടെ ഇജ്മാ കൊണ്ട് ആ പരിഗണന സ്ഥിരപ്പെട്ടു പോയി. അപ്പൊ രണ്ടോടത്തും മസ്ആണ് ജാമ്യ, പക്ഷെ ജാമ്യ ഫാസിദായി. ഹുവ, ആ നഫിൽ ഇസ്തിഹ്ബാബ് എന്ന് പറഞ്ഞാലോ ഇസ്തിഹ്ബാബിന്റെ നഖീലയല്ലേ. അപ്പൊ നഖീലയ്ക്കല്ലേ ഇത് ശരിയാവുകയുള്ളൂ. ഇങ്ങനെ വരാം. ഇതാണ് അതിന്റെ ഉദാഹരണങ്ങള്. വഇൻ, അപ്പൊ ഇവിടെ വേറെ സംശയം വരും. എന്താ സംശയം? അതാണ് ഇബ്നു ഗജ്ജ് ഇക്കായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് അന്നോ ഇസ്താബ് തസ്രീതുഹു കമസ്ഖിർ റൈസി, തല തടവൽ സുന്നത്ത് 3 വട്ടം സുന്നത്തായതുപോലെ തന്നെ ഖുഫയെ തടയൽ 3 വട്ടമാക്കൽ സുന്നത്താണ് എന്നുള്ളൊരു അഭിപ്രായം ഇബ്നു ഗജ്ജ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടൊന്നും ഇജ്മാ പൊളിയില്ല. അവിടെ അതുണ്ടെങ്കിലും ശരി, പറയപ്പെട്ട അടിസ്ഥാനത്തിൽ ഇജ്മാ എന്നൽക്ക് ഖുഫയിൽ ആവർത്തനം സുന്നത്തില്ല, തല തടയൽ ആവർത്തനം സുന്നത്താണ് ഇസ്തിൻജാ പോലെ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി കൊണ്ടുവന്ന ഈ ദലീൽ ഇതിന് പറ്റുകയില്ല. അത് ഹുക്കുമിന്റെ നേരെ നഖീലക്കാണ്. നഖീൽ അവിടെ എന്താണ്? ഇസ്തിഹ്ബാബില്ല എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ഫസാദുൽ വദ്ഇന് ജാമിഅ ഈ രൂപത്തിൽ സ്ഥിരപ്പെടുക എന്ന് പറയുന്ന ഉദ്ദേശം. ജവാബുഹുമാ, ഇനി ഇത് രണ്ടിനും കൂടി ഒരു മറുപടിയുണ്ട്. രണ്ടിനും കൂടി മറുപടി എങ്ങനെയാ അറിയോ? അതായത് ഖിസ്മി ഫസാദുൽ വദ്ഇന്റെ ഫസാദിന്റെ 2 ഖിസ്മുണ്ട് ഇവിടെ. ആ 2 ഖിസ്മിനുള്ള മറുപടി കൊടുക്കണം. 2 ഖിസ്മ് ഏതാ? 2 ഖിസ്മ്. ഒന്നാമത്തെ ഖിസ്മ് അല്ലാ യകൂന ദലീലു അലൽ ഹൈഅത്തി സ്വാലിഹത്തി ലിഇഅ്തിബാരിഹി ഫീ തർതീബിൽ ഹുക്മി അലൈഹി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഖിസ്മ്. പിന്നെ രണ്ടാമത്തെ ഖിസ്മ് ഏതാന്ന് ചോദിച്ചാല്
വമിന്നു കൗനുൽ ജാമിഇ സബത ഇത്തിബാറു ഇലഹ്. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഈ രണ്ട് ഖിസ്മിന്റെ മറുപടി. ബിതഖരീരി കൗനിഹി കദാലിക, അത് അപ്രകാരം തന്നെ ആവുക എന്ന് സമ്മതിക്കൽ കൊണ്ടാണ് മറുപടി. ആയി പറഞ്ഞതുപോലെ തന്നെയാണ് നോക്കുക. അപ്രകാരമാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്താൽ ഓക്കെ. അതായത് മുസ്തദില് കൊണ്ടുവന്ന ദലീല് ആ ഇത്തിബാറിനെ പരിഗണിക്കുക, നന്നാകുന്നൊരു പരിഗണനയുണ്ട്, ആ ഹൈഅത്തിന്റെ മേലിൽ തന്നെയാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ യുഖററു കൗനുദ്ദലീലി, അപ്പൊ ദലീലാവുക സ്വാലിഹൻ, നന്നാകുന്നതാവുക. എന്തിന്? ലിഇത്തിബാരിഹി, ആ ദലീലിനെ പരിഗണിക്കൽ നന്നാകുന്നതാവുക. എന്തില് പരിഗണിക്കുന്നു? ബി തർത്തീബിൽ ഹുക്മി അലൈഹി, ആ ദലീലിന്റെ മേലിൽ ഹുക്മിനെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ ആ ദലീലിനെ പരിഗണിക്കുക എന്നതിന് ആ ദലീൽ നന്നാകുന്നതാണെന്ന് സമ്മതിക്കപ്പെടും. അപ്പൊ കായക്കൂനലഹു ജിഹത്താനി, അപ്പോൾ അതിന് രണ്ട് ജിഹത്തുണ്ടാകും. അപ്പോൾ അതിന് രണ്ട് ജിഹത്തുണ്ടാകും പോലെ എന്നതായി. രണ്ട് ജിഹത്ത്, അതായത് യൻദുറുൽ മുസ്തദില്ലു ഫീഹി മിൻ ഇഹ്ദാഹുമാ, ആ രണ്ടിൽ ഒന്നിൽ എന്താവും? രണ്ടെണ്ണമുണ്ട്. ആ രണ്ടെണ്ണത്തെ ഒന്നിൽ നിന്ന് മുസ്തദില് ഒന്ന് നോക്കും. മുഅ്തരിള മിനൽ ഉഖറ മറ്റേലും നോക്കും. ഇങ്ങനെ രണ്ട് വജ് ഇവിടെ കിടക്കുന്നുണ്ട്. ഏതുപോലെ ഉദാഹരണം? കൽ ഇർത്തിഫാഖി, മയം ചെയ്യുക, വദഫിൽ ഹാജത്തി, ആവശ്യത്തെ തടുക്കുക. എന്ത് വിഷയത്തിൽ? ഫീ മസ്അലത്തി സക്കാത്തി, സക്കാത്തിന്റെ മസ്അലയിൽ. സക്കാത്ത് നിർബന്ധമായി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടർ പറയുന്നത് എന്താ? സക്കാത്തിന്റെ ഉടമയോട് മയം ചെയ്യുക, അയാൾക്ക് വിശാല ചെയ്തു കൊടുക്കുക എന്നതും, പാവപ്പെട്ടവന്റെ ആവശ്യം തീർക്കുക, തടുക്കുക എന്നുള്ളതാണ് സക്കാത്ത് നിർബന്ധമാവാനുള്ള ന്യായമെന്നും മുഅ്തരിളും. ഇങ്ങനെ മുസ്തദില്ലും മുഅ്തദിലും രണ്ട് വഴിക്ക് പോകും. വയുജാബ അൽ കഫാറത്തി ബിൽ ഖത്ലി, അതുപോലെ തന്നെ ഖത്ല് എന്നതിൽ എന്താണെന്നറിയാമോ? കഫാറത്ത്. ആ കഫാറത്തിനെ തൊട്ട് മറുപടി പറയപ്പെടുക. എന്താ പറയാന്ന് ചോദിച്ചാൽ ഈ യുജാബ നില കൊടുക്കുക അത്തഹെന്ന് അറിയും. അതുമാണ് നമ്മൾ മനസ്സിലാക്കുക. യുജാബ എന്ന് വായിക്കണം. അത് അല യക്കൂന എന്ന് പറഞ്ഞത് കായ് യക്കൂന എന്ന് പറഞ്ഞു അത്തഫാക്ക. എവിടെ പറഞ്ഞത് ചോദിച്ചാല് കായ് യക്കൂന എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫസാദുൽ വളഇ എന്നൊക്കെ പറഞ്ഞു പോന്നിട്ട് എവിടെ ഇപ്പൊ കായ് യക്കൂന എന്ന് പറഞ്ഞിരിക്കണ്? ഇവിടെ തൊട്ടടുത്ത് തന്നെ നോട് പറഞ്ഞുകൊണ്ട് കൗനുൽ ജാമിഇ വമിൻഹു കൗനുൽ ജാമി, അവിടെ ഒന്നും അല്ലല്ലോ. എവിടെ പോയി? എവിടെ കായ് യക്കൂന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള്. ആ യക്കൂനമ്മേക്ക് അത്തഫാണ് വയുജാബ എന്ന് പറയുന്നത്. കായ് യക്കൂന സ്വാലിഹൻ എന്ന് പറഞ്ഞില്ലേ സറയില്? തർത്തീബിൽ ഹുക്മി അതുമേക്ക് അത്തഫാക്കിട്ട് വയുജാബ അനിൽ കഫാറത്തി ഫിൽ ഖത്ലി ബി അന്നഹു ഉല്ലില ഫീ ബിൽ ഖിസ്വാസി. ഖത്ല്, ആ ഖത്ലിൽ കഫാറത്തിനെ തൊട്ട് മറുപടി എന്താ അറിയോ? ഖത്ലി എന്ന് പറയുന്നത് ആ ഖത്ലിൽ പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഗൗരവമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ബിൽ കഫാറത്തി, ആ ഖത്ലിൽ കഫാറത്ത് കൊണ്ട് ഗൗരവമാക്കപ്പെടുകയില്ല എന്നാണ് കഫാറത്തിന് തൊട്ട് മറുപടി. പിന്നെ മുആത്താത്ത് പറഞ്ഞു. മുആത്താത്തിനെ തൊട്ടുള്ള മറുപടി എങ്ങനെ കൊടുക്കുക? ബി അന്ന അദ്മ, ഖത്ലിനെ പറ്റി മുമ്പ് പറഞ്ഞതിന് മറുപടി പോയി കൊടുക്കുന്നത് ബി അന്ന അദ്മൽ ഇൻഇഖാദി ബിഹാ, മുആത്താത്തായ ഖൗല് കൊണ്ട് കച്ചവടം ശരിയാമുൻ അഖീദ, അവനെ കെട്ടുപെടുകയില്ല എന്ന് പറയുന്നത് മുറത്തബുൻ, അത് ക്രമീകരിക്കപ്പെട്ടതാണ്. അല അൽമി സീഗത്തി, അവിടെ മുൻഅഖിദാവാത്ത റിള കൊണ്ട് റിളയില്ലായിട്ടല്ല, സീഗ ഇല്ല എന്നതിന്റെ മേലാണ്, അല്ലാതെ ലാ അല റിള, റിളയുടെ മേലല്ല. ഇങ്ങനെയൊക്കെയാണ് മറുപടി കൊടുക്കുക. ഈ രണ്ട് വജുഹിനും രണ്ട് ഫസാദുൽ വളിന് രണ്ട് ഖിസ്മുള്ള മറുപടി ഇങ്ങനെ കൊടുക്കാം. വയുഖററു കൗനുൽ ജാമിഇ, അപ്പോ മഖീസിന്റെയും മഖീസ് അലിയുടെയും
ജാമി ആവുക മുഅ്തബറൻ ഫീ ദാലിക്കൽ ഹുക്മി, ആ ഹുക്മിൽ പരിഗണിക്കപ്പെടുന്നതായിരിക്കുക എന്ന് സമ്മതിക്കപ്പെടും. അങ്ങനെ വയക്കൂന ആ ഹുക്മ് തഖല്ലുഹു, അങ്ങനെ ആ ഹുക്മിന്റെ തഖല്ലുഹ് അൻഹു ആ ജാമിനെ തൊട്ട് ആവും. എന്താകും അതെങ്ങനെ? ബി അൻ വുജിദ മഅ നഖീലിഹി, ആ ഹുക്മിന്റെ നഖീലയുടെ കൂടെ എന്തിനെ എത്തിക്കപ്പെടുക? ആ ജാമിനെ എത്തിക്കപ്പെടുക. അങ്ങനെ എത്തിക്കപ്പെടൽ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഇവിടെ തഖല്ലുഫ് ഉണ്ടാകുന്നു, അങ്ങനെ ഹുക്മുണ്ടായിത്തീരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ തഖല്ലുഫ് ഉണ്ടായിട്ടും ഉണ്ടാകുന്നത് എങ്ങനെ ചോദിച്ചാൽ നഖീദയുടെ കൂടെ അവിടെ ആ ജാമ്യ ഉണ്ട്. അങ്ങനെ ഉണ്ടാവൽ കൊണ്ട് തന്നെ ഹുക്കുമിനെയും ഹുക്കുമെന്തായി? ആ ജാമ്യനെ തൊട്ട് പിന്തല് വന്നു. പിന്തല് വരാൻ കാരണം എങ്ങനെയല്ല? മാനി എന്തോ ഒരു തടസ്സം അവിടെ ഉണ്ട്. അങ്ങനെ തടസ്സം വന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അത് പിന്തിപ്പോയത്. ഏതുപോലെ? കമാബി മസ്ൽ ഹുഫി, ഹുഫയെ തടയുന്നതിലുള്ളതുപോലെ. കാരണം ഫഇന്നത്ത് ഖിറാറുഹു, ഹുഫയെ തടയല്ല ആവർത്തിക്കല്, യുഫ്സിദുഹു, ആ ഹുഫയെ അത് കേടെടുത്തും. ഏതുപോലെ? ഗുസ്ലി, ആ ഹുഫയെ കഴുകും പോലെ തന്നെ അത് പറഞ്ഞു. ഇപ്പൊ അവിടത്തെ മാനിയുണ്ടല്ലോ, കഴുകൽ മാനിയല്ലേ? കഴുകിയാൽ എന്താ കേടരും? മൂന്നോട്ടാമത് ഒരു വട്ടം കഴിഞ്ഞു, പിന്നെ തടയാൽ എന്താകും? ഉഫ കേടരും. അവർ മാനിയുണ്ട്. അതുകൊണ്ടാണ് സുന്നത്ത് എന്ന് പറയുന്ന വിധിയുടെ ഇല്ല എന്ന് പറഞ്ഞ വിധി വന്നതും സുന്നത്ത് എന്ന വിധിയുടെ വരാത്തതും. അപ്പൊ ജാമ്യം ഉണ്ടായിരിക്കെ തഖല്ലുഫായി വന്നു. ഈ തഖല്ലുഫ് ഖവാദിയാവൂലേ? ഇങ്ങനെയൊക്കെയാണ് മറുപടി. വമിൻഹ, ഈ ഖവാദിൽപ്പെട്ട് തന്നെയാണ് എന്ത്? ഫസാദുൽ ഇഅ്തിബാരി, ഇനി പരിഗണിക്കുക എന്നതിനുള്ള ഫസാദ് വരും. അതെങ്ങനെ ചോദിച്ചാൽ യുഖാലിഫ ദലീലു, ദലീൽ എതിരാവലാണ്. നസ്സൻ, നസ്സിനോട്, നസ് കിതാബാവാം സുന്നത്താവാം. അവ ഇജ്മാഅൻ, അല്ലെങ്കിൽ ഇജ്മാനോട് എതിരാവും. അപ്പൊ നസ്സിനോടോ ഇജ്മാനോടോ ദലീൽ എതിരായി വരിക. ഇങ്ങനെ എതിരായി വരിക എന്നതുകൊണ്ടാണ് ഈ ഇഅ്തിബാർ ഫസാദാവല്. ഉദാഹരണം കഴിഞ്ഞൊക്കാല പറയപ്പെടും പോലെ വിത്തബീതി ബിൽ അദാഇ, നോമ്പ് അതാ ആയിട്ട് നോമ്പ് നോൽക്കുമ്പോൾ നീയത്തിനെ രാത്രി തന്നെ വെക്ക നിർബന്ധമാണ്. തെളിവ് പറയാണ്. ആ തെളിവിൽ പറയുക എന്ത്? സൗമുൻ മഫ്റൂദൻ, ഫറലാക്കപ്പെട്ട നോമ്പ്. ഫലാ യസിഹു, അത് ശരിയാകൂല. ബിനിയ്യത്തിൻ മിനൻ നഹാരി, പകൽ നിയ്യത്ത് ശരിയാകൂല. ഏതുപോലെ തന്നെ കൽ ഖളാഇ, ഫറലായ നോമ്പ് ഖളാ ആയാൽ അതിനെ ഖളാ വീട്ടുമ്പോ നിയ്യത്ത് രാത്രി വെക്കണ്ടേ? പകൽ വെച്ച ശരിയാവില്ലല്ലോ. എന്നതുപോലെ തന്നെ ഫറലായ നോമ്പും അതാ ആയി വിട്ടുകയാണെങ്കിൽ പകലച്ചാ പറ്റൂല. ഇതാണ് ഇപ്പോ രാത്രി നിയ്യത്ത് തബീയത്താക്കണം എന്ന വിഷയത്തിൽ പറയുന്നത്. മുസ്തദിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ എതിർക്കുന്നുണ്ട്. ഫയുഅ്തറദു, അതിനെതിർക്കപ്പെടും. എന്തുകൊണ്ട് എതിർക്കപ്പെടും? ബി അന്നഹു, നിശ്ചയമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് മുഖാലിഫുൻ ലിഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിനോട് എതിരാണല്ലോ. എന്താണ് അല്ലാഹ് പറഞ്ഞത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്വാദിഖീന വസ്വാദിഖാതി വസ്വാബിരീന വസ്വാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി വസ്വാഇമീന വസ്വാഇമാതി എന്ന് പറഞ്ഞ ആയത്ത്. ഇലഖ് എന്ന് പറഞ്ഞാൽ വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാതി വദ്ദാകിരീന അല്ലാഹ വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അതിൽ വസ്സായിമീന വസ്സായിമാത്തി എന്ന് പറഞ്ഞല്ലോ. അവിടെ അല്ലാഹു തആല എന്താ അവിടെ എതിര് വരാൻ കാരണം? നോക്കുക, ഈ പറഞ്ഞത് ഇതിനോടെതിരെ അള്ളാന്റെ ആയത്തിനെതിരാതാണ്. ഇന്നോ, നിശ്ചയമായിട്ടും അല്ലാഹു തആല റത്തബ ഫീഹിൽ അജ്റൽ അളീമാ, അതിൽ അല്ലാഹു തആല എന്താക്കി? വലിയ കൂലി അല്ലാഹു തആല ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. അലസ്സൗമി, നോമ്പിന്റെ മേലിൽ, കഗൈരിഹി, നോമ്പ് അല്ലാത്ത മറ്റ് എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ കൂലി നൽകുന്നത് പോലെ വലിയ കൂലി നോമ്പിന്റെ മേലിൽ അല്ലാഹു വെച്ചിട്ടുണ്ടല്ലോ ആയത്തില്. എങ്ങനെ? മിൻ ഗൈരി തഅററുദി ലിത്തബീയത്തി ഫീഹി, ആ നോമ്പിൽ രാത്രി നിയ്യത്ത് വെക്കണം എന്നതിലേക്ക് അല്ലാഹു തആല വെളിവാക്കിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ രാത്രി നിയ്യത്ത് വെക്കണമെന്ന് ശരിയാകുമോ? ആയത്തിനെതിരല്ലേന്ന് എതിർക്കുന്നവർക്ക് ചോദിക്കാം. വദാലിക, അപ്പൊ ആ പറഞ്ഞ ആയത്ത് മുസ്തൽസിം നിർബന്ധമാക്കുന്നത് എന്താ?
ലിസിഹതി ദൂരഹു, നിയ്യത്ത് ഇല്ലാതെ തന്നെ, നിയ്യത്തല്ല, നിയ്യത്തിന് തെബീയത്ത് വേണ്ട, ആ തെബീയത്ത് ഇല്ലാത്ത തന്നെ നോമ്പ് ശരിയാകുമെന്നല്ലേ ഈ ആയത്തുകൊണ്ട് മനസ്സിലായത്. പിന്നെ നിങ്ങൾ തെബീയത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. വക്കാഞ്ഞു കാല പറയപ്പെടുമ്പോൾ അപ്പൊ നെസ്സിനോടെതിരായി. അപ്പൊ എന്തായി? നെസ്സിനോടെതിരായപ്പോ ഇത്തിബാർ ഫസാദായി. അപ്പൊ ഇല്ലത്തിന് പറ്റില്ല. ഇനി മറ്റൊരു ഉദാഹരണം, ലാ യസിഹുൽ ഖർളു ബിൽ ഹയവാനി, ജീവജാലങ്ങളിൽ എന്താകാൻ പറ്റൂല? കടം കൊടുക്കാൻ പറ്റൂല, ശരിയാകൂല. എന്തുകൊണ്ട്? ആ ജീവം എത്രയെന്ന് കണക്കാക്കാൻ പറയാൻ കഴിയോ? കയ്യില്ലല്ലോ. ഏതുപോലെ കൽ മുഖത്തലിത്താത്തി, മറ്റു വസ്തുക്കളുമായി ഉടഞ്ഞു ചേറിയതായിരിക്കുന്ന ഗോതമ്പുമാ പോലത്തെ സംഗതികളൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങൾ കടം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? കണക്കത്തിന് തിരിയൂല. ഇവകൾ കൂടിച്ചേർന്ന് ഉടഞ്ഞു ചേർന്ന് എത്തരത്തിലുള്ള കണക്കുണ്ടോ എന്നതുപോലെ തന്നെ ജീവജാലങ്ങളും കടം കൊടുത്താൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഖിയാസാക്കിയിട്ടൊക്കെ പറഞ്ഞപ്പോ ഈ വാക്കെന്തായി? മുഖാലിഫുൻ, ഇത് എതിരാണല്ലോ. ലി ഹദീസി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു ഹദീസിനോട്. ആരെ തൊട്ടാ റിപ്പോർട്ട്? അൻ അബി റാഫിൻ, അബി റാഫി തങ്ങളെ തൊട്ടാണ് മുസ്ലിം എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താ ഹദീസ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തസ്ലഫ ബഖറൻ വറദ്ദ റബായിയന്ന, ബഖർ എന്ന ഒട്ടകുട്ടിയെ വിധങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടല്ലോ. വറദ്ദ റബായിയൻ, അങ്ങോട്ട് തിരിച്ചുകൊടുത്ത റബായിയാണ്. ആ റബായി എന്താണെന്നും എങ്ങനെയാണെന്നതിന്റെ ശേഷം വരുന്നുണ്ട്. വഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഖിയാറൻ നാസി അഹ്സനുഹും ഖളാഅ, ജനങ്ങളിൽ നല്ലവരാരാണെന്നറിയാമോ? നല്ല നിലയിൽ കടം വീട്ടുന്നവരാണ് എന്നാണ് തങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ? ഹയവാനിൽ കടം പറ്റൂലെന്നല്ലേ? അപ്പൊ നബി തങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് വരുമല്ലോ. അപ്പൊ നബി തങ്ങൾ ചെയ്തതിനെതിരാണ് നിങ്ങളെ വാക്ക്. ഇനി നമുക്ക് ലബത്ത് വായിക്കാം. വൽ ബഖർ എന്ന് വായിക്കണം. ബാല് പത്തോടത്തുകൊണ്ട്, ബാലിന് പത്തോടത്തിട്ട് ബിഖർ എന്ന് വായിക്കരുത്, കന്യകയാകും. ബുഖർ എന്ന് വായിക്കരുത്, രാവിലെയാകും. അപ്പൊ ബക്കർ തന്നെ വായിക്കണം. അതാണ് ഫത്തുൽ ബാന്ന് കൊടുത്തത്. ബക്കറിന്റെ അർത്ഥം എന്താ? ഇബിലി, ഒട്ടകത്തിന് ചെറിയ കുട്ടി എന്ന അർത്ഥം. ഇനി റുബായിയൻ എന്ന് വായിക്കണ്ട. എന്ത് വായിക്കണം? റബായിയ എന്ന് വായിക്കണം. റുബായിയ എന്ന് നമ്മൾ വായിച്ചു പോകും. അതിനാണ് റായിന് പത്തോടത്ത് റബായിയ. റബായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മാ ദഖല ബിസ്സനതി സാബിഅ, 7ാം വയസ്സിൽ പ്രവേശിച്ചത് എന്നതിന്റെ അർത്ഥം. വാങ്ങിയപ്പോ ചെറിയ കുട്ടിനെ വാങ്ങി, കൊടുത്തപ്പോ 7 വയസ്സായാലും കൊടുത്തു. ഇങ്ങനെ. അപ്പൊ ഇവിടെ എന്തായി? ഈ കൊണ്ടുവന്ന ദലീലുണ്ടല്ലോ, ഈ ഇത്തിബാർ പരിഗണിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നെസ്സിനോട് ഖുർആാനോടും ഹദീസിനോട് എതിരായി വന്നു. ഇനി മൂന്നാമത്തൊരു ഇജ്മാ ഉണ്ട്. കാല പറയപ്പെടും പോലെ എന്താ പറയാ? ലാ യജൂസിൽ റജുലി, ഒരാൾക്ക് ജായിസാകൂല. എന്ത്? മരിച്ചതായ തന്റെ മണവാട്ടിയെ കുളിപ്പിക്കാൻ ഭർത്താവിന് പറ്റൂല. എന്താ കാരണം? ലിഹിർമത്തിനൊരു ഇലൈഹ, അവൾ മരിച്ചതിന് ശേഷം അവളിലേക്ക് നോക്കൽ ഹറാമല്ലേ? ആരെപ്പോലെ? അജ്നബിയത്തി, അന്യപെണ്ണിനെ പോലെ. അന്യപെണ്ണിലേക്ക് നോക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ മരിച്ചാലും പറ്റൂലല്ലോ എന്നതുകൊണ്ടാണ് മരിച്ച ഭാര്യയെ ഭർത്താവ് കുളിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇല്ലത്തീർമത്തിനറ എന്ന ഈ വാക്കെതിരല്ലേ? ഇജ്മാനെതിരാ. നോക്കാമോ? എഴുത്തറന്നു, ഇതിനെ എതിർക്കപ്പെടും. അന്നഹു, നിശ്ചയമായിട്ടും ഈ വാക്ക് മുഖാലിഫുൽ ഇജ്മാഇ സുകൂത്തിയി, സുകൂത്തിയായ ഇജ്മാഇന് എതിരാണ് ഇത്. ഫി തഅ്സീരി അലിയും ഫാത്തിമത റളിയല്ലാഹു അൻഹുമാ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ആലിയാർ തങ്ങൾ കുളിപ്പിച്ചു. ആ കുളിപ്പിച്ച കാര്യത്തിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സുക്കൂത്തിയാണ് ഇത്, സുക്കൂത്തിയായ ഇജ്മാഅാണ്. അപ്പൊ ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ശരിയാകൂല. ഇത് തെറ്റല്ലേ? അപ്പൊ ഇതിനെതിരല്ലേ? ഇജ്മാനെതിരാണ്. അപ്പൊ ദലീൽ പരിഗണിക്കാൻ പറ്റൂല, ഫസാദായി. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ അതും ഖവാദിയിൽപ്പെട്ടതാണ്. വഹുവ അഅമ്മു മിൻ ഫസാദിൽ വദ്ഇ ലിസിദ്ഖിഹി ഹൈതു യകൂനു ദലീലു അലൽ ഹയ്യതി സ്വാലിഹതി ലിതർതീബിൽ ഹുക്മി അലൈഹി. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മരിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ, അത് തൗഫീഖ് ചെയ്യട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. വഹുവ അഅമ്മു എന്നുള്ള വിഷയം അവിടെ തുടങ്ങാം. ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ.
അൽഹംദുലില്ലാ. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മനസ്സിലാകുന്ന വിധത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലുള്ള എന്തെല്ലാം തെറ്റുകളുണ്ടോ അപാകതകളുണ്ടോ അറിയുന്നവർ തിരുത്തിത്തരുക. അള്ളാഹു പൊറുക്കുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.